is the final boarding call for passengers Hello? Jeff and Brian Gray മോളെ ഉപ്പ ലാൻഡ് flying ചെയ്യിക്കണേ. to Athens അതപ്പറഞ്ഞോളൂ. on flight ഇല്ല എന്റെ ലഗേജ് കിട്ടാണ്. ലഗേജ് കിട്ടി അപ്പൊ അങ്ങോട്ട് വരാലോ. ഓ അനക്കുള്ള മാല എന്റെ പുയ്യാപ്പിളക്കുള്ള ഐഫോൺ ഒക്കെ കൊണ്ടുവന്നിക്കണേ. ആരാ കൂട്ടാൻ വന്നേ? ആ നജീബ പുറത്തുണ്ടല്ലോ അല്ലേ? അതപ്പത്ത് ഞാൻ ലഗേജ് കിട്ടിയ ഉടനെ വരാട്ടോ. ആ ശരി ശരി ശരി. എന്താണ് പോയത്? എന്തേ നിങ്ങൾ ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ഇത് പുറകെ പറഞ്ഞ ആൾക്കാരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഒരാൾ കടന്നു പോകാൻ നിങ്ങൾ സൗകര്യം ചെയ്ത് തരണ്ടേ? നിങ്ങൾക്ക് അതിലോട്ട് പോയിക്കൂടെയോ? അതെങ്ങനെ ഞാൻ പോകും? നിങ്ങൾ ഇടവും വലവും വിടാതെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടെന്നാ? അല്ല ഞാൻ കുടുംബക്കാർ കൂട്ടാൻ വന്നിക്കണേ. ഓരെ വിളിച്ചേനി. ഇതിപ്പോ ഫോണിന്റെ ആവശ്യമില്ലല്ലോ, അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ 3 കൊല്ലത്തിന് ശേഷം വരികയാണ്. അതിന്റെ ഒരു സന്തോഷം കാണിച്ചാ അങ്ങനെയല്ല നമ്മുടെ പ്രവാസികളൊക്കെ. നമുക്കൊക്കെ ഉണ്ട് ഭായി സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അട്ടഹസിക്കാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടായി ശ്രമിച്ചാളി. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളത്. എവിടെയാ? ദുബായിൽ എവിടെയാണ്? ഞാൻ ഷാർജയിലാ. ഷാർജലോ? നമ്മള് ഷാർജയിലാണല്ലോ. ഷാർജയിൽ എവിടെ? നമ്മള് ലുലുല്ലേ? ലുലുവിന്റെ അടുത്ത് ഭാഗത്തെ ഫ്ലാറ്റില്. ഞാൻ ലുലുവിന്റെ റൈറ്റ് സൈഡിലുള്ള ഫ്ലാറ്റിലാണ്. ആണോ? അതെ. ഇത്രയും കാലം നമ്മള് കണ്ടില്ലല്ലോ അല്ലേ? ഞാൻ 12ആയി. 15 നാട്ടിലെവിടെയാ? നാട്ടിൽ ആലുവയിലാ. ആലുവയിലെ നമ്മുടെ നടൻ ദിലീപില്ലേ? ദിലീപിന്റെ വീടിനടുത്ത്. അല്ല നമ്മളെ കലാപ്പൻ നവാസില്ലേ മിമിക്രിക്കാരെ? മൂപ്പരെ വീട്ടെടുത്തു. ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് അവൈലം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല. 12,000 വരെ എത്തിയതാ കളഞ്ഞ് മൊത്തം. ഗെയിം കളിച്ച് നടക്കുകയാണ്. മൊബൈൽ നോക്കി അവൻ എവിടെയെങ്കിലും മൂക്കടിച്ച് വീഴുള്ളൂ. ഈനാൻ പേച്ച് പോലത്തെ ഒരു സാധനം. പഠിച്ചോന് ബാഗ് തുറന്നെടുക്കുകയാണല്ലോ. ലോക്ക് ചെയ്ത ബാഗ് എങ്ങനെ തുറക്കല്? പഠിച്ച റബ്ബേ, സാധനങ്ങളൊക്കെ പോയിക്കണല്ലോ. മാഡം എന്റെ ബാഗ് തുറന്നു കിടക്കണ്. ബാഗ് തുറന്നു കിടക്കണ്. സാധനങ്ങളൊക്കെ പോയിക്കണ്. ഇത് ഇത്രയും നല്ല സാധനം ഉണ്ടായത്. ഒരുപാട് സാധനം ഉണ്ടായതാ. സാറ് ടെൻഷൻ അടിക്കാതിരിക്കും. സാറിന് ഒന്നും നഷ്ടപ്പെടില്ല. ഇത് എയർപോർട്ടാണ്. ഇവിടെ CCTV ക്യാമറ എല്ലാം ഉണ്ട്. അല്ല ഞാൻ ലോക്ക് ചെയ്തത് കണ്ടോ? ആദ്യം ടെൻഷൻ അടിക്കാതെ എന്താ നഷ്ടപ്പെട്ടതെന്ന് നഷ്ടപ്പെട്ടത് ഇവിടെ നിന്നൊന്നും പോവില്ല സാർ. അതോ മാഡം ഗോൾഡ് പോയി. എന്റെ മോക്ക് ഞാൻ മേടിച്ച 5 പൗണ്ട് മാല പോയി മാഡം. പെട്ടിയിലില്ല. ഐഫോൺ പോയി. ഐഫോൺ കണ്ടില്ല. വില കൊടുപ്പുള്ള സാധനങ്ങളൊക്കെ പോയിക്കണം. എന്തൊക്കെ ഞാൻ കാട്ടുക സാർ? ഈ 5 പവന്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാറിന് അലൗഡ് ആയിട്ടുള്ള ഗോൾഡ് ആണ്. അതെന്തിനാ ഈ ലഗേജിന്റെ കൂടെ വെക്കുന്നത്? സാറിന്റെ ഹാൻഡ് ബാഗിൽ വെച്ചൂടെ? ഹാൻഡ് ബാഗിനെ കേട്ടോ അടച്ചുറപ്പ് ഇതിന്റെ അകത്തുനിന്ന് കരുതിട്ട് അതിന്റെ അകത്ത് വെച്ചാ ഞാൻ ഇപ്പൊ കുട്ടി നമ്മളെടുത്തായോ? സാറിന് കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാഡം ഞാനൊന്ന് ഫ്ലൈറ്റ് പോയി നോക്കട്ടെ. അയ്യോ സാർ അങ്ങോട്ട് പോയിക്കൂടാ. ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോ എന്താ ഞാൻ കാട്ട മാഡം? ഇനി അഥവാ ഫ്ലൈറ്റിൽ അത് വീണിട്ടുണ്ടെങ്കിലും സാറിന് തന്നെ തിരിച്ചു കിട്ടും. സാറ് ടെൻഷൻ ആവാതിരിക്കും. കിട്ടും. എന്റെ മോൾ 5 പൗണ്ട് മാലയെ പോയത്. സാർ ആദ്യം തന്നെ ഇവിടെ കസ്റ്റംസ് സോൺ ഉണ്ട്. അത് ഇവിടുന്ന് നേരെ പോയാൽ മതി. അവിടെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി. ഓ ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ്. സാറേ എന്തെങ്കിലും ചെയ്യണം. എന്താ? അല്ല എന്തെങ്കിലും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അലൗഡ് ലിമിറ്റ് കഴിഞ്ഞു. ഇനി ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ എക്സ്ട്രാ വന്നതാണ് ഇപ്പൊ ഇവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത്. അതിന് ഡ്യൂട്ടി അടക്കണം, അത്രേ ഉള്ളൂ. ഇത് വില കുറഞ്ഞതാണ് സാറേ. ഇവിടെ സീനിയർ ഓഫീസർ ഉണ്ട്, സത്യശീല സാറ്. ആള് വരുമ്പോ ഒന്ന് സംസാരിച്ചു നോക്കൂ കേട്ടോ. ഇപ്പൊ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു കുറച്ച്. ആ ഇത് കഴിച്ചാ പോരെ? ഇതൊക്കെ കഴിച്ചിട്ട് ഈ എയർ ഹോസ്റ്റസിനോടൊക്കെ ഇങ്ങനെ തമാശകൾ പറയണ മോശമല്ലേ? പാവമാണ് സാറേ. ഞാനും പാവമാണ് കേട്ടോ. ഡ്യൂട്ടി കറക്റ്റ് ചെയ്യണ്ടേ ഞങ്ങൾക്ക്? ഇപ്പൊ അവിടെ പോയിരുന്നു. സാറ് വരുമ്പോ ഒന്ന് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഓ താങ്ക് യു. എന്താണ് സാറ് അവിടെ പോയിരിക്കും? അവിടെ പോയിരിക്കും.
സാറേ സാർ കസ്റ്റംസ് ഓണല്ലേ സാർ എന്റെ ഇത് പോയിട്ടുണ്ട് സാർ ബാഗിൽ നിന്ന് സ്വർണം പോയി മൊബൈലും പോയി ഇപ്പൊ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയ സാർ നിങ്ങള് ഇത് ഇതിനകത്ത് വെക്കാൻ മറന്നാണോ അതോ? അല്ലല്ല സാർ അവിടുന്ന് എടുത്തു വെച്ച് എന്റെ മോളെ കല്യാണത്തിന് വേണ്ടി മേടിച്ചതാണ് സാർ 5 പവന്റെ മാല എന്റെ മരുമോന് കൊടുക്കാൻ വേണ്ടി ഒരു ഐഫോൺ 2 ഞാൻ മേടിച്ചു കൊണ്ടതാ ഇവിടെ ഇത് പൂട്ടി പൊട്ടിച്ച സാർ ഇത് തുറന്നു കിടക്കുക തുറന്നു കിടക്കുക ഞാൻ അറിഞ്ഞില്ല സാർ ഞാൻ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ വീണു അപ്പൊ നോക്കുമ്പോൾ അത് ബാഗ് തുറന്നു കിടക്കണേ ഇത് ബാഗിൽ വേറെ എന്തെങ്കിലും അനധികൃതമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരുന്നോ? ഇല്ല വേറെ ഒന്നുമില്ല എങ്ങനെ പൊട്ടിക്കുന്നത് എനിക്കറിയില്ല സാർ ആരോ മോഷ്ടിച്ച സാർ ആരും മോഷ്ടിച്ച ഇവിടുന്ന് ഈ നിങ്ങളെ ജീവനക്കാരൻ ആരും മോഷ്ടിച്ച നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ പറയുന്നത് സാർ ഇത് അവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിട്ട ലഗേജ് അല്ലേ ഇവിടുത്തെ വൃത്തമ്പഴേക്ക് സാധനം പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരല്ലാണ്ട് റോട്ടിൽ നിന്ന് ആരും വന്ന് എടുക്കുവോ? സുഹൃത്ത് നിങ്ങൾ അങ്ങനെ പറയില്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. ഞങ്ങളൊക്കെ മാന്യമായിട്ട് ശമ്പളം മേടിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ. അതറിയാം സാർ മാന്യത ഇല്ലാത്തവരും ഉണ്ടാവും ഇവിടെ. അങ്ങനെ ആരെങ്കിലും എടുത്താണ് അല്ലാണ്ട് സാർ നോക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം. ഒരു 1.5 ലക്ഷം റുപ്യന്റെ മുതലാണ് സാർ. അതുകൊണ്ട് നോക്കാം അത് ആരെടുത്തെന്നും അന്വേഷിക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇരിക്കും. എന്താ പോയെ? സ്വർണ്ണമാലയും മൊബൈലും. നിങ്ങളെന്താ പോയത്? എന്റെതാ മതിയോ? എന്താണ് കാരണവരെ ഈ വയസ്സാം കാലത്ത് ഈനൊക്കെ നിക്കണം വീട്ടിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം മേടിച്ചൂടെ? അല്ല, നിങ്ങൾ ഉപകാരമുള്ള സാധനമല്ലേ ഉണ്ടെന്ന്. എന്നിട്ട് അതെന്ത്? ഹലോ സാർ, ഇവിടെ ഒരു പാസഞ്ചറെ ഒരു 5 പവന്റെ മാല നഷ്ടപ്പെട്ടു, പിന്നെ ഐഫോൺ അല്ലേ, ഒരു ഐഫോണും നഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കുകയാണ്. അതെ. പേരെന്താ നിങ്ങളുടെ? സുമേഷ് കുമാർ. അതെ, നിങ്ങളല്ല മൊയ്തു. എവിടെ സ്ഥലം? എവിടെ? തോപ്പുംപടി. ആലുവയിലാണ് സാർ. അതെ. എവിടുന്നാ വരുന്നത്? കുവൈറ്റിൽ. അതെ, നിങ്ങൾ സാർ ഷാർജ എന്നാണ്. അതെ. ഏതാ ഫ്ലൈറ്റ് ഏതാ? കുവൈറ്റ് എയർപോർട്ട്. നിങ്ങളോടല്ല. നിങ്ങളെന്തിനാ? സോറി സാർ, എയർ ഇന്ത്യയാണ് സാർ. സാറേ എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ. നിങ്ങളോടാണ് ചോദിച്ചത്, എന്നോടല്ല കേട്ടോ. താങ്ക് യു. എന്താ ബ്യൂറോ സാർ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ശരി സാർ. നല്ല പാർട്ടിയാണ്. ഇവിടെ വന്നിരിക്കുകയാണോ? ഏയ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചില്ല, കണ്ടില്ലേ? ഇല്ല. കണ്ടു ഇല്ല, ഞാൻ കണ്ടില്ല. എന്തൊരു കണക്കും? എന്താന്ന് അറിയില്ല. എന്താണ് അറിയില്ല. പറ. ഇന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കളാഴ്ച. പറ എന്നോട് പറ, ചുമ്മാ കളിപ്പിക്കല്ലേ. തിങ്കളാഴ്ച വേറെന്താ? അതല്ല, ഒന്ന് ആലോചിച്ചു. എനിക്ക് ഓർമ്മയില്ല. വേറൊരു വിശേഷമില്ല. എന്താ വിശേഷം? കളിക്കല്ലേ പറയുന്ന. എന്നോട് പറയാന്ന്. അറിഞ്ഞൂടാന്ന്. ഇതെനിക്ക് ദേഷ്യം വന്നു. എന്താന്ന് പറഞ്ഞൂടെ? ഇന്ന് എയർപോർട്ടിലുള്ള എല്ലാരും എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഓ, ഇന്ന് ബർത്ത്ഡേ ആണോ? ഇന്ന് ബർത്ത്ഡേ ആണോ? പക്ഷെ നിങ്ങൾ മാത്രം പറഞ്ഞില്ല. ഒന്ന് വിളിക്കായിരുന്നല്ലോ, ഒരു മെസ്സേജ് അയക്കായിരുന്നല്ലോ. ചിരിക്കല്ലേ, എനിക്ക് ചിരിയൊന്നും വന്നില്ല. ഞാൻ സർപ്രൈസ് തരട്ടെ? എനിക്കൊരു സർപ്രൈസ് വേണ്ട. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും പറയാത്ത ഒരാള്. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും പറയാത്ത ആളല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അല്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ കയ്യിൽ വെച്ചിട്ടാണോ എന്നെ പറ്റിച്ചേ? ഇതെങ്ങനെയുണ്ട്? എന്താ നാട്ടിൽ കേട്ടാ? ശരിക്കും ഞാൻ ആ ലഗേജ് ഹാൻഡിൽ ചെയ്യുന്ന പയ്യന്മാരില്ലേ, അവരോട് പറഞ്ഞു വാങ്ങിച്ചതാ. അതിനിപ്പോ എന്താ, ഞാനിടും. ഇപ്പൊ ഇടണ്ടെന്ന് കയ്യിൽ വെക്കുക. പിന്നെ ബാഗിൽ വെച്ചാൽ മതി. ഏട്ടന്റെ മട്ടും പാവൊക്കെ കണ്ടാ തോന്നുന്നത് ആദ്യമായിട്ട് ചെയ്യണമെന്ന്. അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. അയ്യടാ, ഈ മോതിരം വരാൻ അടിച്ചു മാറ്റിയതല്ലേ. ഇല്ല, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നില്ല. എന്റെ ലഗേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇരിക്കുന്ന ഒരു ചെറിയ ഹാൻഡ് ബാഗ്, അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കൊണ്ടുവരും? ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫും കസ്റ്റംസും കൂടെ പലതും അടിച്ചു മാറ്റുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ മണ്ടത്തരം കാണിക്കോ? ഒരു നിമിഷം. എക്തി ഷുഗർലെസ്. ഓക്കെ. അതെ,
സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുഭൂമി പോയി കഷ്ടപ്പെടുന്നത് എന്തിനാണ് യുവമാർക്ക് തിന്നാൻ കൊടുക്കുന്നത്? വെള്ളമായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ഒരു എളുപ്പമില്ലടാ. കസ്റ്റംസ് എന്നും പറയാം, പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് എല്ലാം കണക്കാന്നേ. ആ എന്ത് പ്രശ്നം? ആ ഓക്കെടാ, ഞാൻ വിളിക്കാം. ഒരു സാധനം കൊണ്ടൊന്നുമില്ല ഗൾഫിൽ വരുമ്പോ എന്നിട്ടാ ഗുണ്ടടിച്ചോണ്ട് പോകുന്നത്. നിനക്ക് ഏതാ ഫ്ലൈറ്റ് ഏതാ അടുത്തത്? 2:30 ഷാർജ. ഓ ഓക്കെ. അപ്പം ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് സമയമായി. അപ്പോൾ നാളെ കാണാം. ഓക്കെ അമ്മ മിസ് യു. ഓക്കെ മെസ്സേജ് ചെയ്യണേ. പോയാ ഇല്ല, ഇത് അദ്ദേഹത്തിന്റെ ആണ്, ഡ്യൂട്ടി അടച്ചിട്ടില്ല. സാറേ ഡ്യൂട്ടി അടച്ചാ? ഡ്യൂട്ടി അടച്ചിട്ട് വാ കേട്ടാ, ഇല്ലെങ്കിൽ അത് മറന്നോ. അല്ല സാറ് എഴുന്നേക്ക് അല്ല എഴുന്നേക്കെന്ന്. നേരെ പോട്ടെ. ഇതെന്താ സാറേ ഇദ്ദേഹത്തിന്റെ ആണ് 5 പവന്റെ ഒരു മാല നഷ്ടപ്പെട്ടു, പിന്നെ ഒരു ഐഫോണും കാണാനില്ല എന്ന് പറയുന്നു. 5 പവന്റെ മാല സാർ, ഒരു ഐഫോണും എന്റെ ബാഗിൽ നിന്ന് പോയത് സാർ. ഓക്കെ. ആ പെട്ടെടുത്ത് പോയി കൂട്ടിവിടെ പൊട്ടിച്ചില്ല സാർ എടുത്ത്. നോക്കിയിരുന്നോ? ശരിക്കും ചെക്ക് ചെയ്തിരുന്നു. നോക്കി സാർ ഇതൊക്കെ എറിയണ്. നിങ്ങൾ എന്താ പോയെന്ന് പറഞ്ഞു? മാലയും മൊബൈൽ ഫോൺ ഉണ്ട് സാർ. മാലയും മൊബൈൽ ഫോൺ നിങ്ങൾ പക്ഷേ അത് വെച്ച് കാണൂല. വെച്ചിട്ടുണ്ട് സാർ. കാര്യപ്പെട്ട് കൊണ്ടുവന്ന് എന്റെ മോളെ കല്യാണത്തിന് വേണ്ടി കൊണ്ടുവന്ന് മുതലാ രണ്ടും. പിന്നെ അത് എവിടെ? ഫ്ലൈറ്റ് നിറക്കി നേരെ കൊണ്ടുവരുന്ന പെട്ടി അത് തുറന്നു കിടക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരനെ ചെയ്ത്, നിങ്ങളെ പോലെ ആൾക്കാരനെ ചെയ്ത്. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. സാർ എയർപോർട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും പത്രങ്ങളിലൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. എന്റെ കുറെ പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാ എന്റെ പെട്ടിന്ന് പോണേ. അതെ, ഇത് അന്വേഷിക്കട്ടെ, നമ്മൾ അന്വേഷിക്കാം. പെട്ടെന്ന് അന്വേഷിക്കണം. എനിക്ക് അടുത്ത അച്ഛന്റെ മോളെ അന്വേഷിക്കണോ? അത് ശരി. അപ്പൊ ഞാൻ ആട്ടുനോട്ടിന്റെ മോളെ കല്യാണത്തിന് പണ്ടുണ്ടാക്കി വന്നാ ഇനി നിങ്ങൾ അന്വേഷിച്ചു ഒരു മാസം. സാർ എന്റെ തന്റെ കാര്യം മാത്രം നോക്കിയിരുന്ന പോലെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാർ 1.5 ലക്ഷം വരെ മുതലാണ് അന്വേഷിക്കാൻ നീ അവിടെ പറഞ്ഞത്. നിങ്ങൾ അന്വേഷണം ഏതുവരെ പോകുന്ന എനിക്കറിയാം. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തോളാം. ചെയ്യണോ? അല്ലാതെ ഇങ്ങനെയല്ല പാസഞ്ചർമാർ പെരുമാറും. അത് പഠിച്ചാൽ അന്വേഷിക്കാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു. എന്നെ അടുത്ത് ഭാര്യ വലിച്ചിട്ടുണ്ട് കളിക്കുക. ഇങ്ങനെ പാസഞ്ചർമാരോട് പെരുമാറുന്നുണ്ട് കേട്ടോ. ശരിയാക്കി തരങ്ങളാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമ്മൾ ഇവിടെ തന്നെയാ ജീവിക്കണേ. സാറേ അതിലെന്തേലും സത്യമുണ്ടോ? അല്ല, അയാളുടെ മാല നഷ്ടപ്പെട്ടു. ഇയാളുടെ ജോലി ചെയ്യണോ? ഇയാൾ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓക്കെ സാർ. ആ കേട്ടില്ലേ ഓരോ സത്യസന്ധന്മാര്. പടം വിജയിച്ചിട്ടേക്കെന്തില്ലത്? അഭിനയിക്കുന്നത് ഞാനല്ലേ, നായകൻ ഞാനല്ലേ. അങ്ങനെ പടം വിജയിക്കും പരാജയപ്പെടും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തിന് നമ്മളെ കാര്യം. ദുബായിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ഉണ്ടായിനി. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പൊ എന്റെ കുറച്ച് സാധനം അധികം ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തരണം. അയ്യോ, അത് ചെക്കിങ്ങിന് പറഞ്ഞ കാര്യമില്ലല്ലോ. അത് നേരെ ഗ്രീൻ ചാനൽ വഴിയും കയറി പോയാൽ മതിയായിരുന്നല്ലോ. അയ്യോ, അത് വിട്ടു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അതെനിക്ക് മറന്നുപോയി. ഫോട്ടോ എടുത്തോട്ടെ സാർ. 1 3 എടുത്തോ. ഒരു മിനിറ്റ്. ഞെക്കണ്ട ഞെക്കുമ്പോ ഒരു കണ്ണിന് ഒരു അർച്ചല്.
ഒന്ന് തൊട്ടാ ഓക്കെ എന്നാലും ശരി കാണാം. This is the final boarding call for passengers Gemma, Ryan and Ray, flying to Athens on flight Z9753. Your flight is ready to ഇത് എത്ര leave. മണിക്കൂർ എടുക്കും ഉപ്പാ? Please go എത്ര to മണിക്കൂർ എടുക്കും വിമാനത്തിൽ? വിമാനം 3.5 മണിക്കൂറുകൊണ്ട് ദുബായി. ആണോ? ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്, അപ്പൊ ഒരു ചെറിയ പേടി. പേടിക്കൊന്നും വേണ്ട. വിമാനത്തിൽ കയറിയാലേ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറയാ, പിന്നെ കണ്ണു മൂട്ടി അവിടെ കിടന്നേക്കുക, അവിടെ എത്തിക്കോളും. പിന്നെ അതൊക്കെ പഠിച്ചോന്റെ കയ്യിലാ. പൊന്തി കഴിഞ്ഞാൽ എത്തി. എന്ത് വർത്താനോ പോയി പറയണം. പറയണ്ടേ പ്രശ്നം. ശരിയില്ലേ? കണ്ണടക്കെ നോക്കി അയാളാണ് പണ്ട് മറ്റേ പ്രശ്നം ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ ദിവസം? എനിക്കെതിരെ കേസ് കൊടുത്തില്ലേ? ആ ഇയാളെ ഒരു കാര്യം ചെയ്യും, താൻ വിട്ടോ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. വരുമെന്ന് ഇപ്പൊ. ഹലോ, This is the final boarding call for നിങ്ങൾ മൊയ്തു ആണോ? passengers Gemma, ആണെങ്കിൽ? Ryan and Ray, ആണെങ്കിൽ flying to Athens നിങ്ങൾ മൊയ്തു ആണല്ലോ? ആ മൊയ്തുവാണ്. എനിക്കെതിരെ കേസ് കൊടുത്ത നിങ്ങളല്ലേ? ആ ആ Your flight is എവിടേക്കാ നിങ്ങള്? ready to leave. ഷാർജക്കാണ്. എവിടേക്ക്? ഷാർജക്കാണ്. ആ നിങ്ങളാരാ? എന്റെ ഉപ്പയാണ്, വൈഫിന്റെ ഉപ്പയാണ്. എന്റെ മരുവനാണ്. ആ നിങ്ങൾക്ക് പോവാം, ഇയാൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതെന്താ എനിക്ക് പോകാൻ പറ്റാത്ത? നിങ്ങൾ പോകാൻ പറ്റില്ല തന്നെ. എന്റെ കൈമില് ടിക്കറ്റ് പാസ്പോർട്ടൊക്കെ നമ്മുടെ കൈമിലുണ്ടല്ലോ, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത? ടിക്കറ്റ് പാസ്പോർട്ടൊക്കെ എന്റെ കൈമിലുണ്ടല്ലോ, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത? അത് മാത്രം പോകാൻ പറ്റില്ല അതന്നെ. അതെന്താണ്? നിങ്ങൾ പോകാൻ പറ്റില്ല. പുതിയ നിയമം അത്? ആ പുതിയ നിയമം. അത് ശരി, അതൊന്ന് കാണണല്ലോ. എന്നാല് സാറേ ഇജ്ജ് ഇവിടെ നിന്നടാ. സാറേ അതെന്റെ വൈഫിന്റെ ഉപ്പയാണ്. സാധനങ്ങൾ മിസ്സായെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് സാറേ. എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ കയറി പോകുന്നൊക്കെ ഫ്ലൈറ്റ് പുറപ്പെട്ടു പോകാൻ പറ്റില്ല സാർ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ ഇടങ്ങേറല്ല. ഉപ്പാക്ക് പോകാൻ പറ്റില്ല. ഉപ്പ അയാൾക്കെതിരെ കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഉപ്പാക്കെതിരെ അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നോട് വേണേ പോയിക്കോ, ഉപ്പാനെ വിടൂലെന്ന്. ആ നടക്കണ കാര്യമില്ല. നമ്മളടുത്ത് പാസ്പോർട്ട് മിസ് ചെയ്യില്ലേ, പിന്നെ നമുക്ക് പോയത് ഉണ്ടാക്കണ്ട ഉപ്പ. എങ്ങനെയെങ്കിലും പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് പോവാൻ, ഞാൻ 10-15 കൊല്ലമായി പോകാൻ തുടങ്ങിയിട്ട്. ഞാൻ തെറ്റ് പഠിപ്പിക്കായി. അതെ, നിങ്ങളെ രണ്ടാളെ അടിയന്തരമായിട്ട് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാമോ? മക്കളുടെയൊക്കെ പ്രകടനത്തെ കുറിച്ച് അറിയിക്കാനാ. നിങ്ങളൊന്നുമില്ല ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് അല്ലേ? ഇവിടെ നടക്കുന്ന എന്താണെന്ന് അന്വേഷിക്കണ്ടോ? ഇങ്ങനെ പോണെങ്കിലേ ഈ ടീച്ചർ കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരും. അമ്മാതിരി അവന്മാരെ പോക്ക്. എടാ നിങ്ങൾ പഠിക്കാനെന്നും പറഞ്ഞു വിടണം. നീ കണ്ണിക്കണ്ട പിള്ളേരെ മെക്കിട്ട് കയറാനാണ്. ഞാൻ ആദ്യം തല്ലിയില്ല വെച്ചോ. കണ്ട അവൻ തല്ലിയിട്ടില്ല. അവർക്ക് തല്ലി കിട്ടിയില്ല. അവനിക്ക് എന്റെ മോൻ കൊടുത്താ കൊടുത്തെന്നും പറയാം. അവൻ നുണ പറയാറുണ്ട്. എന്നെ കൂടെ ആവശ്യമില്ലാത്ത പറയിപ്പിക്കുന്നത്. മാഷ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഇയാളുടെ വായിലിരിക്കണ ഒരു കാര്യമില്ല. PTA പ്രസിഡന്റ് എനിക്ക് താൻ PTA പ്രസിഡന്റ് ആയിരിക്കും ആയിക്കോട്ടെ. ഞാൻ എന്റെ മോനെ ഇവിടെ പഠിക്കാൻ വിടുന്നേ. അതിന് തന്റെ മോനെ തല്ലാനല്ല അവനെ ഇവിടെ വളർത്തു ദോഷമുണ്ടോ? നല്ലപോലെ 3 മാസം പറയുന്നത് അവന്റെ കണ്ണു മോനെ പിള്ളേരെ തല്ലിക്കൂടാന്നേ ഉള്ളൂ. കൂടുതൽ കിടക്കുന്നത് പാളം വെച്ചാൽ അടിച്ച മുതു വിളിച്ചളെ. അതെ, നിങ്ങൾ PTA പ്രസിഡന്റ് അല്ലേ? PTA പ്രസിഡന്റിന്റെ മക്കള് ഇവിടുത്തെ സ്കൂളിന്റെ മാതൃകയാവണ്ടേ? ഓ മാതൃകയാണോ? ഓന് എന്താ കുഴപ്പമുള്ളത്? അവനൊരു അക്ഷരം പഠിക്കില്ല. അവൻ മനസ്സിലായല്ലോ സാറിന്? എന്ത് മനസ്സിലായല്ലോ? നിങ്ങളുടെ മോനെ ഒരു അക്ഷരം പഠിക്കില്ല. ഇവന്മാർക്ക് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആകെ എന്താ തല്ലു പിടിക്കുക, അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഇരട്ടപ്പേര് ഇടുക. എല്ലാവർക്കും ഇരട്ടപ്പേര് ഇട്ടിട്ടുണ്ട്. എന്താ ടീച്ചർ പേര്? എന്ത് സാറേ, ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ. ഇനി അറിയാതെ എന്റെ വായിന്ന് വന്നു പോയാലേ, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. രഹസ്യമായിട്ട് പറയും. എന്താ താടക രൂപിണി. അത് കളിക്ക്. ആരായാലും അറിഞ്ഞിട്ട് പേര് താടക രൂപിണി. നല്ല പേരാ കേട്ടോ. സാറ് ചിരിക്കൊന്നും വേണ്ട. സാറിനുണ്ട് പേര്. എന്ത്? കരടി. അങ്ങനെ പേരിടാൻ മേലാലും ടീച്ചർമാർക്കും സാറന്മാർക്കും ഇട്ടപ്പോഴും ഇട്ടാണല്ലോ. കണ്ട, ഒരു കൂസലും ഇവന്മാർക്ക്. ഒരക്ഷരം ഇവന്മാരോട് പറയാൻ പറ്റില്ല. തിരിച്ച് തർക്കൂത്തരെ വായിന്ന് വരുള്ളൂ. അതങ്ങനെ വരൂ ടീച്ചറെ. കാരണം ഇവരെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നേ. സാറെന്ത് വർത്താനമാണ് സാറേ പറയണം? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്.
രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് അവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് ഈ സ്കൂളിൽ വിടണം. ഇന്ന് എന്റെ പണിയും കളഞ്ഞിട്ടാണ് സാറ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേക്കണം. എന്തോരം പൈസ അവന് വേണ്ടി ഞാൻ ചെലവാക്കണമെന്ന് അറിയാമോ? പറയുമ്പോ യൂണിഫോമിന്റെ ഫീസ്, ഇമ്പോസിഷന്റെ ഫീസ്, സ്റ്റാമ്പ് ഇതൊക്കെ ഞാൻ കൊടുത്തയക്കണില്ലേ? എന്തിന്? ഇവിടെ മാഷ് പറഞ്ഞിട്ട് എടോ ഇത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്, ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. എന്നിട്ടും ഞാൻ തന്നില്ലേ? എടോ അത് ഇവിടെ യൂണിഫോം ഫ്രീ ആണ്, ബുക്ക് ഫ്രീ ആണ്, ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട്, ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. പിന്നെ എന്തിനാ ഇവിടെ കാശ്? എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കാൻ 200 രൂപ വെച്ച് വേണമെന്ന് മാഷ് പറഞ്ഞത്. ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞു? ആ, നന്നാക്കില്ലേ അത്? കാലൊടിഞ്ഞോടാ, ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞോടാ. ഇവനെയൊന്നും തല്ലാനും ഒക്കില്ലല്ലോ ദൈവമേ. ഇക്കണക്കിന് ഇവനൊക്കെ പ്രിൻസിപ്പൾ ചത്തുപോയി റീത്ത് മേടിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറയുമല്ലോ. എന്തൊരു കഷ്ടമാണത്. അല്ല ടീച്ചറെ, ഈ ലോകരിതൻ ടേബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, അതിന്റെ കാലൊടിക്കും. വേറെ ആരാണ്ടാണ് ഓടിച്ചത്? അത് എന്റെ മോന്റെ തലയിലോട്ട് വെച്ചു. ഇതൊക്കെ ലോകം ഉണ്ടായിപ്പോട്ടെ ചെക്കനൊക്കെ. ഇവനൊക്കെ ഇങ്ങനെ പോയി നാളെ ഈ സ്കൂളിൽ വിറ്റാറുണ്ടോ മാസം? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പൊന്ന് രക്ഷകർത്താക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഓരോ ദിവസവും ഇവിടെ വന്നിരിക്കുമ്പോൾ ആദ്യത്തെ ഫോൺ കോൾ വരുന്നത് മാനേജ്മെൻറ്റിൽ നിന്നാണ്. ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കണം. ഇങ്ങനെയുള്ള പിള്ളേരാ 10ാം ക്ലാസ്സിൽ പഠിക്കണേ, പിന്നെ എങ്ങനെ വിജയം കൈവരിക്കും? അപ്പം നിങ്ങൾ രക്ഷകർത്താക്കൾ ഒന്ന് ഇവരെ ശ്രദ്ധിക്കണം. കുറേ പാവപ്പെട്ട പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവർക്കും കൂടെ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക ഇവര്. എന്റെ മോനെ ഞാൻ വീട്ടിൽ ശ്രദ്ധിച്ചോളാം. ഒരു ഉപകാരം സാധനം ചെയ്തു തരാൻ പറ്റും. എന്താണ്? ഇയാളുടെ മോന്റെ ക്ലാസ്സിൽ നിന്ന് എന്നെ മോനെ ഒന്ന് മാറ്റാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ആദ്യം തീർക്ക്, അപ്പൊ തന്നെ മക്കൾ. അതെ, നിങ്ങൾ നിന്നേ. നിങ്ങൾക്ക് തമ്മിൽ വല്ല പിണക്കോ പരിഭവോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കൈ കൊടുത്തേ രണ്ടുപേരും സന്തോഷമായിട്ട് ക്ലാസ് പോയിരുന്നോ? കണ്ടോ, ഇത്രയേ ഉള്ളൂ പിള്ളേരുടെ കാര്യം. നിങ്ങൾ രക്ഷകർത്താക്കന്മാരാണ് പലതും മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഈ പഠന കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് സ്വഭാവ കാര്യത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടില് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചോളാം. ശരി, എന്നാ പിന്നെ എടാ, ഈ പടിഞ്ഞാറൻ തീര സമതലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൺ ഓഫ് കൊച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു. ഇതിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഇവിടെ ഒരു പ്രത്യേകത കൂടി, ഇവിടെ ഒട്ടനവധി കായലുകളും അഴിമുകളും കാണപ്പെടുന്നു. ഒക്കെ ശരിയാണ്. അത്യാവശ്യമൊക്കെ പറയണ്ട്. പരീക്ഷ വരുമ്പോ എവിടെ പോണെന്നുള്ളതാണ്. ഇതൊക്കെ അവന്റെ വായിലിരുന്നിട്ട് കാര്യമുണ്ടോ? പേപ്പറിൽ കാണണ്ടേ? ഇത് എഴുതാത്ത എന്താടാ? ഈ പരീക്ഷക്ക് വരുമ്പോ എഴുതണുണ്ടത്. ശീതളേട്ടന് എന്താ ഇവന് അക്ഷരങ്ങൾ അറിഞ്ഞൂടെന്ന്? ഈ പറയണതൊക്കെ ശരിയാണല്ലോ. അതെങ്ങനെ അക്ഷരങ്ങളാണ് പഠിക്കണ? എങ്ങനെയാണിത്? ഇത്രയും നാളായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ അവന് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? പാടില്ല, എഴുതാൻ അറിയാൻ പാടില്ല. എനിക്ക് എഴുതാനറിയാം, വെറുതെ പറയണ എഴുതാനറിയാം. എഴുതിക്കടാ നീ, എഴുതിക്കടാ. ഇപ്പൊ പറഞ്ഞ ഉത്തരം ഒന്ന് എഴുതിക്കേ നീ. ഞാൻ സമതലം ഒന്ന് എഴുതിയേ. സമതലം ഒന്ന് എഴുതി. എടാ, സാന്ന് എഴുതാൻ അറിയാൻ പാടില്ലേ? സമതലം കാന്നാണല്ലോ എഴുതണത്. സാന്ന് പറയുമ്പോ അത് സ്കൂളിൽ പോണതാടാ നീ. നീ അവനിപ്പ ചീത്ത പറയല്ലേ? നിനക്കൊക്കെ എന്തായിരുന്നു പണി ഇവിടെ? ഈ 2 വരെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നില്ല, അതിലൊക്കെ ഒന്ന് എഴുതി പഠിപ്പിക്കാറുന്നല്ല നിനക്കൊക്കെ. ഞാനിവിടെ ഈ ചോര നീരാക്കാൻ വേണ്ടി ഗൾഫിൽ പോയി കിടന്ന് പെടാപാട് പെട്ടല്ലേ? നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞതാണ് എനിക്ക് ഇവനെ നോക്കാൻ പറ്റണില്ല, ഇങ്ങോട്ട് തിരിച്ചു വന്ന്. അപ്പൊ നിങ്ങൾക്ക് കാശായിരുന്നല്ലേ വലുത്. ഇവിടെ പിന്നെ മണ്ണുരുട്ടി തിന്നോ നീ? ചൊറിഞ്ഞു വരുന്നു. ലോകത്തുള്ള സകല കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നിനക്കറിയാം. നീ എഴുതാനും വായിക്കാനും അറിയാത്ത എന്താണ്? അച്ഛനമ്മക്കൊക്കെ പറഞ്ഞിരുന്നതിന് പരിധിയില്ലടാ. നീയല്ലേ ചെയ്യേണ്ടത്, ജയിക്കേണ്ടത് നീയാണല്ല. ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താ നിന്റെ പ്രശ്നം? അത് പറ. നിനക്ക് എന്തിന്റെ കുറവുണ്ട് ഈ വീട്ടില്? ഈ ഇത് കണ്ട ഒരു അക്ഷരം എഴുതാൻ അവൻ അറിയാൻ പാടില്ല. നിന്നെ ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കണത്? എടാ, മറ്റുള്ളത് പരീക്ഷ പോലെ അല്ലേ ഇത്. ഇത് എഴുതണം. മറ്റുള്ള ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ജയിപ്പിച്ചിടും. അവിടെ ഇരിക്കാൻ അടുത്ത കുട്ടികൾ തന്നെയല്ലേ, അതുകൊണ്ട് നിന്നൊക്കെ ജയിപ്പിച്ചു വിടണേണ്. ഇത് SLCക്ക് അങ്ങനെയല്ല. അത് അവിടെ വേറെ ടീച്ചേഴ്സൊക്കെയാണ് നോക്കണത് പരീക്ഷ പേപ്പറൊക്കെ. അപ്പൊ എഴുതണം, എന്നാലേ ജയിക്കുള്ളൂ. ഇനി ഇവനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ? പറഞ്ഞ് ഞാൻ മടുത്ത്. ഓരോ പിള്ളേര് പഠിക്കണ മനുഷ്യന് കൊതിയാണ്.
എന്റെ കൊച്ചിനെ കണ്ട ഇതെന്താണ് ഈ ഫാനിന് കാറ്റുമില്ലേ? ഇത്രയും സ്പീഡേ ഉള്ളൂ. ഓ പറഞ്ഞില്ല. എന്റെ മൊയ്തു ഇവിടെ മാനേജ്മെന്റിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യം മൊയ്തുവിന് അറിയാമോ? ഈ കൊല്ലം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കുന്നു. നിങ്ങൾ എന്തിനും വേണ്ടാത്ത വാക്കൊക്കെ കൊടുക്കാൻ നിൽക്കണേ? ഞാനേ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ഞാൻ അതിലേക്കാണ് എൻ്റെ കഴിവ് തെളിയിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്നും പറഞ്ഞാൽ നടന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. എന്താ ഇപ്പം ചെയ്യാന്നുള്ളതാണ്. ആ 14 എണ്ണം, 1ഉം 2ഉം അല്ല 14 എണ്ണം ഉണ്ട് ഈ 100% ഭീഷണിയായിട്ട് നിൽക്കണേ. അതൊന്നും ഇനി എങ്ങനെ പരീക്ഷ എഴുതിയാലും ജയിക്കൂല. പറഞ്ഞു വിട്ടാലും ടീസ് കൊടുത്തിട്ട് ഞാൻ ആലോചിച്ചതാ പല പ്രാവശ്യവും. അതില് പ്രസിഡന്റിന്റെ കൊച്ചുണ്ട്. നിങ്ങളുടെ മോ ആശുപത്രി തന്നെയാണോ? അപ്പൊ അവനുണ്ട്. ഇതിനൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലും സ്കൂളിൽ വിട്ടാ അവരെങ്ങനെ ചുമക്കാം? ആരെങ്കിലും തയ്യാറാവണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി. നിങ്ങളെല്ലാം മാസന്മാര്. ടീച്ചറെ, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ആ വഴി എന്താ പറയും? എന്താണ് സാറ് വരാൻ പറയണ്ടായി? ഞാൻ 4 മണി കഴിഞ്ഞല്ലേ നിങ്ങളോടൊക്കെ വരാൻ പറഞ്ഞേ? അതെ, 4 മണിക്ക് ഞാനൊരു കടയുടെ പണിയായിട്ടുണ്ട്. നാളെ ഉദ്ഘാടനമാണ് അതിന്റെ. അപ്പൊ ഇന്ന് രാത്രി കൂടി ഇന്ന് ചെയ്തു കൊടുത്താലേ തീരുള്ളൂ. ഞാനപ്പോ രാഘവേട്ടനെ കൂടി വിളിച്ചോണ്ട് പോന്നാണ്. ഇരിക്കും. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാര്യങ്ങളിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ പഠനത്തെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലല്ലോ. എന്താ സാറേ വരാൻ പറഞ്ഞു? അതെ, നിങ്ങളുടെ ഉൾപ്പെടെ 14 കുട്ടികള് എങ്ങനെ വിചാരിച്ചാലും ഇത്തവണ ജയിക്കാൻ പോണില്ല. അപ്പൊ അതറിയാം. ഇത്തവണ ഇവിടുന്ന് 62 പേരാണ് SLC എഴുതണേ. അവര് മുഴുവൻ ജയിച്ചാലല്ലേ 100% വിജയം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ 14 പേരെ എങ്ങനെയായാലും ജയിക്കില്ല. എന്റെ മോനുണ്ട് സാറേ? ഉണ്ട്, അതല്ലേ വരാൻ പറഞ്ഞത്. ഞാൻ മാനേജ്മെന്റിന് വാക്ക് കൊടുത്തിട്ടുണ്ട് 100% വിജയം കൈവരിച്ച് കൊടുക്കാന്ന്. അതെന്ത് പണിയാ സാർ കാണിച്ചത്? അല്ല, അപ്പൊ നിങ്ങളുടെ പിള്ളേര് ജയിക്കണ്ടെന്നാണോ? ഇവരൊക്കെ പറയുന്നേട്ടാ ഞാൻ കുറ്റക്കാരനെ പോലെയാണ്. അതെ, വഴി ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതായത് ഓട്ടിസവും മാനസിക പ്രശ്നങ്ങളും ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ അവരെ ജയിപ്പിക്കാനുള്ള ഒരു വഴിയുണ്ട്. ഒരു പരീക്ഷ എഴുതണ്ട? പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞാൽ അവർ പേന കൊണ്ട് എഴുതണ്ട. പക്ഷെ അവർ പറയണം. അവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം നമ്മളൊരു സ്ക്രൈബിനെ വെച്ച് പകർത്തണം. ആരാണ് സ്ക്രൈബ്? അതായത് ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, അത് പകർത്താനിരിക്കുന്ന ആളിനെയാണ് സ്ക്രൈബ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശരാശരി നിലവാരമുള്ള കുട്ടിയെ വേണം ഇരുത്താൻ സ്ക്രൈബായിട്ട്. അല്ല, അത് പറയില്ല എന്ന് നമുക്കറിയാം. നിയമം അങ്ങനെയാണെങ്കിലും നമ്മൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായ കുട്ടികളെയാണ് സ്ക്രൈബായിട്ട് തിരഞ്ഞെടുക്കണേ. അപ്പോൾ അവർ തന്നെ പഠിച്ചങ്ങ് എഴുതിക്കോളും. ഈ മണ്ടന്മാർ വെറുതെ കണ്ടോണ്ടിരുന്നാൽ മതിയല്ലോ. അത് മാത്രല്ല, ഇങ്ങനത്തെ പേപ്പർ വാല്യുവേഷന് പോകുമ്പോഴേ ആ ടീച്ചേഴ്സിന് ഒരു ആനുകൂല്യമൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഈ കിട്ടുന്ന മാർക്കിന്റെ കൂടെ ഒരു 25% കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ മാർക്ക് എഴുതുക. അപ്പൊ നല്ല മാർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെക്കാളും മാർക്ക് കൂടുതൽ ഈ മണ്ടന്മാർക്ക് കിട്ടും. അല്ല നമ്മുടെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഡിസംബറിൽ ടിക്കറ്റ് ഇല്ലല്ലോ. സാർ നേരത്തെ പറഞ്ഞ അസുഖമില്ലല്ലോ. ഡിസബിലിറ്റി, അതായത് ഒരു തരം ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ ശുപാർശയിൽ ഒരു മെഡിക്കൽ ബോർഡാണ് തരേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കാശിനുള്ള ആക്രാന്തമുള്ള ഇങ്ങനെയുള്ള കൊള്ളരുതായികളൊക്കെ ചെയ്യണ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ പരിചയത്തിലുണ്ട്. അയാൾക്ക് ഭ്രാന്താണേ. അല്ല, കാശെന്ന് പറഞ്ഞാൽ ഭ്രാന്താണേ. കാശെന്ന് പറഞ്ഞാൽ എന്ത് കൊള്ളരുതായികയും ചെയ്യും. ആളിന്റെ പേര് സത്യശീലൻ എന്നാണ്. സാറേ, എന്താ പ്രശ്നം? ഇതെന്നെ പ്രശ്നം. എന്തിനാ നിങ്ങൾ കരയണത്? എന്തിനാ? സാറേ, അമ്മാവനാന്ന് ആരെന്ത് പറഞ്ഞാലും അപ്പ കരയും, പൊട്ടിക്കരയും സാറേ. കരയണ്ട കേട്ടോ. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? കരച്ചല് നിർത്താൻ. കരച്ചല് നിർത്താൻ. അപ്പൊ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ.
ചോദിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ കരച്ചിൽ നിർത്തുക? എങ്ങനെ നിർത്തും? കരയേണ്ടേട്ടാ. എന്തെങ്കിലും വേറെന്തെങ്കിലും പരിപാടി കുറേ കൊണ്ടുപോയി, പല സ്ഥലത്തും കൊണ്ടുപോയി, രക്ഷയില്ല. ഇവിടെ എങ്ങനെയെങ്കിലും ശരിയാക്കും. എന്തെങ്കിലും കഴിക്കണോ? ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ, അഡ്മിറ്റ് ആക്കുവോ? എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. ആയി സാറേ, കരയണ്ട. ഡോക്ടർ പറയുന്നേ ആശുപത്രി പോവാന്ന്, അഡ്മിറ്റ് ആക്കും. അപ്പൊ അവിടുന്ന് നോക്കാം, നമുക്ക് അവിടെ നോക്കിയാ പോരെ? കൺസൾട്ടിംഗ് ഫീസ് തന്നില്ല. പോവാ അമ്മാമ, പോവാ വീട്ടിലേക്ക് പോവാ. കുറച്ച് സമാധാനമുണ്ട്. ബാബാ വെള്ളം വല്ല കുടിക്കണോ? നിങ്ങൾ പോ. എന്തിന്താണോ നമസ്കാരം സർ. നമസ്കാരം. പേര് ആഷിം മൊയ്തു. ആഷിം മൊയ്തു മോനാണ്. ആ പേപ്പർ എടുത്തോ. വേനി കുറച്ച് വാക്കുകൾ പറയാം, അത് എഴുതണം. ആപ്പിൾ. ശരിയാക്കിയതല്ലേ? എഴുതിയോ? തെറ്റാണ്, എഴുതിയ തെറ്റാ. മാംഗോ. മാംഗോ ഒന്ന് തെറ്റാ, എഴുതിയ തെറ്റാ. റൈഡ്. റൈഡ് തെറ്റാ. ഇനി ഞാനൊരു 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറയണം. ഓ. നടൻ മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. കറക്റ്റല്ലേ? സിനിമയുടെ ആളാ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ? വിരാട് കോഹ്ലി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി? ഞാൻ പറഞ്ഞത് സാറേ. അതെ, ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് നിങ്ങൾ പറ. അല്ല സാറേ, ഓനെ ഏറ്റവും ഇടങ്ങാറല്ലേ? ഇയാൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഓനെ ഏറ്റവും തെറ്റല്ലേ? അത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇതിലൊന്നും കുഴപ്പമില്ല. ഇത് ആപ്പിൾ എഴുതി ശരിയാണ്, മാംഗോ ശരിയാണ്, റൈഡ് ശരിയാണ്, എല്ലാം ശരിയാണ്. അല്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഓന്. സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവന് ഒരു കുഴപ്പമില്ല. അവന് കൃത്യമായിട്ട് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. നമ്മക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ്. മൻമോഹൻ സാർ പറഞ്ഞ കുഴപ്പമില്ല, പൈസ തരുമെന്ന് അറിഞ്ഞു. ഇപ്പോ ഈ വൈകല്യങ്ങൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ. അതായത് അക്ഷരങ്ങളൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള പ്രയാസം, ബുദ്ധിമുട്ടുകൾ, അതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ഗ്രാഫിയ. അതായത് കുട്ടിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട്. പിന്നൊന്നുള്ളത് ഡിസ്കാൽക്കുലിയ. അത് കണക്ക് കൂട്ടാനുള്ള പ്രയാസം. ഇതിലേതാണ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത്? ഇത് 3 കൂടി ആകുമ്പോ എത്ര പൈസയാവും? അല്ല, നിങ്ങളിത് എന്തിനു വന്നതാ? അല്ല, 3 കൂടി ആകുമ്പോ ഉപകാരം. പച്ചക്കറി കടയാ? നമുക്ക് അറിയാറ്റാണ് സാറേ, അറിയാത്തോണ്ട് ചോദിച്ചാ. ഓന് പറ്റണ എടുത്തോളൂ നിങ്ങള്. ഓന്റെ ഈ കോളത്തിന് പറ്റണ ഏതാ വെച്ചാല് അടിക്കാം. നിങ്ങളുടെ കുട്ടിക്ക് ഡിസ്ലെക്സിയ മതി. അതാണ്, അത് കേൾക്കാനൊരു സുഖമുണ്ട്. അതുപോലെ ചേരും. അക്ഷരങ്ങളെ തിരിച്ചറിയാനുള്ള അതാണ് അവന്റെ പ്രയാസം. പേരെന്ന് പറയൂ. ആസിഫ്. അപ്പൊ ശരിയേട്ടാ, പൊക്കോളൂ. അല്ല, അപ്പൊ ഇത് എപ്പോഴാ കിട്ടുക? അത് മന്നൻ സാറിന് കൊടുക്കും. കായൊക്കെ സാറിന് കൊടുത്താൽ മതി. അവിടെ കൊടുത്താൽ മതി അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ പോട്ടെ സാർ. ശരി ശരി.
താങ്ക്സ് പറയടാ. താങ്ക് യു. താങ്ക് യു. മോനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എഴുതിക്കൂടെ? പഠിക്കാൻ പഠിക്കുന്നു പറയും. പഠിക്കാൻ ആർക്കും എനിക്ക് വേണ്ടിട്ടോ. പോട്ടെ സാർ. നിങ്ങളുടെ കൂടുതൽ വന്ന ആളുകൾ ഇനി അവിടെ അല്ലേ? ഒന്നുണ്ട്. പേര് വിളിച്ചോ. ബാബാ.